നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ സ്റ്റീം അയൺ ബോക്സിന്റെ പരീക്ഷണ ടേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കന്നാസ് പോലുള്ള ഒരു വാട്ടർ ബോട്ടിലൊക്കെ വരുന്നുണ്ട്. അത് ജനലിമേ തൂക്കിയിട്ടേക്കോ കേട്ടോ. ആദ്യമൊന്നും നല്ലപോലെ ഭയന്നു, വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. അത് കൈ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വെള്ളം വരും? കന്നാസ് നമ്മൾ മുകളിൽ തന്നെ നല്ല ഹൈറ്റിൽ തൂക്കണം, എന്നാലേ വാട്ടർ അതിനകത്തോട്ട് തേപ്പോട്ടിലോട്ട് വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇതിപ്പം തേപ്പോട്ട് വാങ്ങുന്നതിന് മുന്നേ തന്നെ പ്ലേറ്റ് ഇട്ട് ചെയ്യാൻ ഒരു ഡ്രസ്സിന്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ നമ്മൾ ഈ തേപ്പോട്ടി ആദ്യത്തെ ഉദ്ഘാടനം അങ്ങ് നടത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഓരോ പ്ലേറ്റും എടുത്തിട്ട് പേളിപ്പിനെ കുത്തി സെപ്പറേറ്റ് കുത്തി റെഡിയാക്കി വെച്ചേക്കുവാണ്. എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊന്നുമല്ല, ഒരു കൈ കൊണ്ട് പ്ലേറ്റ് എടുക്കും, ഒരു കണ്ട് തേക്കും. തേപ്പോട്ടിക്ക് നല്ല വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നാൻസി ഇങ്ങനെയാണ് ചെയ്തത്. ഓരോ പ്ലേറ്റിനും കുത്തിയിട്ടിട്ട് ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ ആ പേൾപ്പിന് ഫുൾ അഴിച്ച് കളഞ്ഞിട്ട് അവിടെയും കൂടി നല്ലപോലെ പ്രസ് ചെയ്ത് നമ്മൾ അയൺ ചെയ്തെടുത്തപ്പോഴത്തേക്കും പ്ലേറ്റ് ഒക്കെ ഇതുപോലെ കുട്ടി പ്ലേറ്റ് കിട്ടി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അയൺ ബോക്സിന്റെ ബ്രാൻഡ് സുയി, വില വരുന്നത് 3100 രൂപ. സ്ലീവിൽ കുറച്ച് വർക്കിന്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ഈ പശ തേച്ചിട്ട് ഈ സ്റ്റോൺ അടിക്കണാകുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിൽക്കുവോ, പറഞ്ഞു പോരില്ലേ എന്നൊക്കെ. നമ്മൾ അലക്കുകലയിലൊക്കെ ഇട്ട് അടിച്ചാലും പുച്ചാലും അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് അതിന്റെ പാട്ടിന് പോകും. ഇതുപോലത്തെ ഡ്രസ്സിൽ നമ്മൾ ഹാൻഡിൽ വെത്ത് കയറായിട്ടുള്ള ലോലമായി കൈകാര്യം ചെയ്യണം. ഷാമ്പൂലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കാനേ പാടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം വരില്ല കേട്ടോ. ഞങ്ങൾ ഇതുപോലെ വർഷങ്ങൾക്ക് മുന്നേ ഒട്ടിച്ച സ്റ്റോൺ വരെ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നല്ല ഡ്രസ്സിലാണ്. അതാണ് സ്പ്രെഡ് വർക്ക്, സ്വീക്കൻസിന്റെ ഫ്ലവർ ഒക്കെ ആട്ടോ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.